മകൻ അനിൽ ആൻ്റണി ബി.ജെ.പിയിൽ ചേർന്ന് നാളിതുവരെയായിട്ടും ഒരക്ഷരം പോലും മിണ്ടാത്ത എ കെ ആൻ്റണി തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ വെടിപൊട്ടിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. കേരളത്തിൽ ബി.ജെ.പിയുടെ സുവർണകാലം കഴിഞ്ഞെന്ന് പറഞ്ഞ ആൻ്റണി താൻ പ്രചാരണത്തിന് പോകാതെ തന്നെ പത്തനംതിട്ടയിൽ ആൻ്റണി ജയിക്കുമെന്നാണ് പറഞ്ഞത്. പ്രചാരണത്തിന് പോകാത്തത് ആരോഗ്യ കാരണങ്ങളാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോൺഗ്രസ് നേതാക്കളുടെ മക്കൾ ബി.ജെ.പിയിൽ പോകുന്നത് തെറ്റാണെന്ന് ആൻ്റണി ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. മക്കളെപ്പറ്റി എന്നെക്കൊണ്ട് അധികം പറയിപ്പിക്കേണ്ട, ഞാൻ ആ ഭാഷ ശീലിച്ചിട്ടില്ല. KSU കാലം മുതൽ കുടുംബം വേറെ രാഷ്ട്രീയം വേറെ എന്നാണ് എൻ്റെ നിലപാട്, ആൻ്റണി വ്യക്തമാക്കി. പത്തനംതിട്ടയിൽ മകൻ അനിൽ ആൻ്റണി ജയിക്കേണ്ടേ എന്ന ചോദ്യത്തിന് അനിൽ തോൽക്കണമെന്നും അവിടെ ആൻ്റണി ജയിക്കണമെന്നുമായിരുന്നു മറുപടി. തൻ്റെ മതം കോൺഗ്രസ് ആണെന്നും ബി.ജെ.പി എല്ലായിടത്തും 3-ാം സ്ഥാനത്താകുമെന്നും ആൻ്റണിയുടെയും കരുണാകരൻ്റെയും മക്കൾ ബി.ജെ.പിയിലേക്ക് പോയതിനെപ്പറ്റിയുള്ള ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകി. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി.ജെ.പി വീണ്ടും അധികാരത്തിൽ വന്നാൽ ഭരണഘടനാ മൂല്യങ്ങൾ അട്ടിമറിക്കപ്പെടും. ബി.ജെ.പി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തിയാൽ ജനാധിപത്യത്തിൻ്റെ അന്ത്യത്തിന് തുടക്കമാവും. ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ ബി.ജെ.പി ഭരണം അവസാനിപ്പിക്കണമെന്നും അതാണ് തിരഞ്ഞെടുപ്പിൻ്റെ പ്രധാന ലക്ഷ്യമെന്നും എ കെ ആൻ്റണി പറഞ്ഞു. ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കാൻ കഴിയണം. ഭരണഘടന സംരക്ഷിക്കേണ്ട ഇന്ത്യ എന്ന ആശയത്തെ വീണ്ടെടുക്കാനുള്ള തിരഞ്ഞെടുപ്പാണിത്. ഇന്ത്യ എന്ന ആശയം വലിയ വെല്ലുവിളി നേരിടുന്നു. 10 വർഷമായി നരേന്ദ്രമോദി സർക്കാർ ആ ആശയത്തെ ഞെരുക്കി ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. RSSൻ്റെ പിൻസീറ്റ് ഭരണം അവസാനിപ്പിക്കലാകണം തെരഞ്ഞെടുപ്പിൻ്റെ ലക്ഷ്യം. ഇന്ത്യ മുന്നണി കേന്ദ്രത്തിൽ അധികാരത്തിൽ വരണം. കേരളത്തിൽ പിണറായിയുടെ ജനദ്രോഹ നടപടികൾക്കെതിരായി 20 സീറ്റും UDFന് നൽകണമെന്നും എ കെ ആൻ്റണി പറഞ്ഞു. ആൻ്റണിക്ക് പിന്നാലെ മകൻ അനിൽ ആൻ്റണിയും പ്രതികരണവുമായി എത്തി. കാലഹരണപ്പെട്ട നേതാക്കളും കാലഹരണപ്പെട്ട കുറേ ചിന്താഗതിയുമുള്ള ആൾക്കാരാണ് ഇന്ന് കോൺഗ്രസ്സിലുള്ളതെന്നും ഏതൊരു കോൺഗ്രസ് പ്രവർത്തനയും കാണുമ്പോൾ തനിക്ക് സഹതാപവും ദുഃഖവുമാണ് തോന്നുന്നതെന്നും പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥിയായ അനിൽ ആൻ്റണി പറഞ്ഞു. എ കെ ആൻ്റണിയെ കാണുമ്പോഴും എനിക്ക് വളരെ സഹതാപമാണ് തോന്നുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. എനിക്ക് വളരെ ബഹുമാനമുള്ള വ്യക്തിയാണ് എ കെ ആൻ്റണി. 84 വയസ്സായി. പക്ഷേ ഇന്നും രാഷ്ട്രവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഗാന്ധി കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. പഴയ പ്രതിരോധ മന്ത്രിയായ അദ്ദേഹം ഇന്ത്യൻ സൈന്യത്തെയും സൈനികരെയും അവഹേളിച്ച, പാകിസ്ഥാൻ്റെ തീവ്രവാദ ശ്രമങ്ങളെ വെള്ളപൂശാൻ ശ്രമിച്ച രാജ്യവിരുദ്ധനായ ചതിയനായ ഒരു MP വേണ്ടി സംസാരിച്ച് കാണുമ്പോൾ എനിക്ക് വിഷമമാണ് തോന്നിയത്. രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിയെ ജനം 3-ാം തവണയും ചവറ്റുകൊട്ടയിലേക്ക് എറിയും. നരേന്ദ്രമോദി 3-ാം തവണയും പ്രധാനമന്ത്രിയാകും. ഇതെല്ലാം കണ്ട് കോൺഗ്രസ് പാർട്ടിയിലെ കാലഹരണപ്പെട്ടവരും രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരും ചന്ദ്രനെ നോക്കി കുരയ്ക്കുന്ന പട്ടികളെപ്പോലെ കുരച്ചുകൊണ്ടേയിരിക്കും, അനിൽ ആൻ്റണി പറഞ്ഞു. ഈ തിരഞ്ഞെടുപ്പിലും നരേന്ദ്രമോദി നയിക്കുന്ന ബി.ജെ.പി 370-ലധികം സീറ്റുകളോടെ വിജയിക്കും. 400-ലധികം സീറ്റുകൾ NDAക്ക് ലഭിക്കും. ഈ തിരഞ്ഞെടുപ്പിലും കോൺഗ്രസ്സിന് പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും ലഭിക്കില്ല. പത്തനംതിട്ടയിൽ ഞാൻ വിജയിക്കും. രാജ്യവിരുദ്ധനായ തീവ്രവാദികളെ പിന്തുണച്ച ആൻ്റണി വലിയ വോട്ടിന് പരാജയപ്പെടും. കൂടുതൽ തീവ്രവാദം ഉണ്ടാക്കാനാണോ കോൺഗ്രസ് ജയിക്കേണ്ടതെന്നും അനിൽ ആൻ്റണി ചോദിച്ചു. ഞാനിന്ന് നരേന്ദ്രമോദി നയിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയാണ്, ദേശീയ വക്താവാണ്, ദേശീയ മാനിഫെസ്റ്റോ കമ്മിറ്റിയിലിരിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെയുള്ള ഞാൻ യാതൊരു പ്രസക്തിയുമില്ലാത്ത കോൺഗ്രസ് പാർട്ടിയിലേക്ക് തിരിച്ചു പോകുമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ എന്നും അനിൽ ആൻ്റണി ചോദിച്ചു. ഇതോടെ ഒരു കാര്യം ഉറപ്പായിരിക്കുകയാണ്, ആൻ്റണി പത്തനംതിട്ടയിലെ പ്രചാരണത്തിന് ഇറങ്ങാൻ പോകുന്നില്ല. മറിച്ച് മകൻ ജയിച്ചു കയറിയെങ്കിൽ എന്ന മോഹവും അദ്ദേഹത്തിനുണ്ടെന്ന് വേണം അനുമാനിക്കാൻ. ആദർശധീരനായ ആൻ്റണി പത്തനംതിട്ടയിൽ പ്രചാരണത്തിന് ഇറങ്ങാത്തത് മകനെതിരെ വോട്ട് ചോദിക്കേണ്ടി വരുമെന്ന് തിരിച്ചറിഞ്ഞതിലാണെന്ന് KPCCയിലടക്കം അടക്കം പറച്ചിലുണ്ടായിരുന്നു. ഈ സമ്മർദ്ദമാണ് ആൻ്റണിയെ ഇത്തരത്തിൽ പ്രതികരിക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് സൂചന.